നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മോളുടെ ജ്വല്ലറി തട്ടിപ്പ് കേസേ, ഇത് സത്യം പറഞ്ഞാൽ വൻ കോമഡിയാണ്. കേസ് കൊടുത്തവർക്കും അറിയത്തില്ല, പണം തട്ടിയെടുത്തവരെന്ന് പറയുന്നവർക്ക് അറിയത്തില്ല, തട്ടിയെടുത്ത പണം എവിടെയെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. തെളിവെന്തുവാന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും. അത് രസം എന്താ വെച്ചാൽ ഇത് പറഞ്ഞു വരുന്നത്, ഈ പിള്ളേർ പറയുന്നത് കേട്ടിട്ട് ഈ ഓണർ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ GPay വഴി തന്നെ ഈ സ്റ്റാഫിനെ കൊണ്ട്, അതായത് സ്റ്റാഫിൻ്റെ GPay വഴി ഈ പറഞ്ഞ പോലെ പൈസ മേടിക്കുമായിരുന്നു എന്നാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ടാക്സിൻ്റെ വെട്ടിക്കലൊക്കെ കാരണമായിരിക്കും. അത് തന്നെയാണ് കാരണം. അപ്പോൾ ഒരു ദിവസത്തെ സെയില് ഒരു കൊച്ച് ഇങ്ങനെ QR കോഡ് കാണിച്ച്, കടയിലെ QR കോഡിലായിരിക്കത്തില്ല ആ പൈസ വീഴുന്നത്, അപ്പോൾ ഉടനെ അതിനകത്തോട്ട് വീഴും. അങ്ങനെ ഒരു ദിവസം ഒരു 10,000 രൂപ ലാഭം കിട്ടും, അല്ലെ അത്രയൊന്നും കാണുമായിരിക്കും. എന്നിട്ട് അതെടുത്ത് നേരെ ഈ ഓണർക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ അക്കൗണ്ട് വഴി ഒരു മാസം ഒരു 3 ലക്ഷം രൂപയൊക്കെ പോകത്തുള്ളൂ, വലിയ ശല്യമില്ല. അല്ലെ 1 ലക്ഷം രൂപ വില ആക്കുന്ന രീതിയിൽ 1-2 ലക്ഷം. അങ്ങനെ 3 സ്റ്റാഫ് ഒരു മാസം ഒരു 2 ലക്ഷം വെച്ചാണ് 6 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കും. 2 ലക്ഷം രൂപ ഒരു മാസം ട്രാൻസാക്ഷൻ നടത്തിയാൽ 6, അല്ലെങ്കിൽ ഒരു 5 എടുക്കാം. അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന ഈ പെൺകുട്ടി ഓണർ ഗർഭിണിയായ പിന്നെ ഈ കടയിലോട്ട് പോയിട്ടില്ല, അതുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു 8 മാസം ഒരു 5 ലക്ഷം വെച്ചാണ് ഒരു 40 ലക്ഷം രൂപ ആയില്ലേ? 40 ലക്ഷം ശരിയാ, മൊത്തം അങ്ങനെ പറഞ്ഞ ലാഭം അതങ്ങ് പോയി എന്ന് പറയുക ഒരു കണക്ക് വെച്ചിട്ട്. അപ്പോൾ 60-70 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടാകുന്നു. അതിന് 8 മാസമായിട്ട് ഈ 3 സ്റ്റാഫ് കൂടെ ചേർന്ന് അവർക്ക് വേണമെങ്കിൽ ഒരു 10-70 ലക്ഷം രൂപ അയച്ചു കൊടുക്കാൻ പറ്റും. അത് അവരുടെ അറിവോടാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ അറിവോടെ നടന്ന സാധനം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് തോന്നുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിന് തെളിവെന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നത് ഈ പിള്ളേരെ വിളിച്ച് നിർത്തി വരട്ടിയാണ്ടൊക്കെ പറയിക്കുന്നത്. പോലീസ് കേസ് കൊടുത്തേക്കുന്നത് ഈ 70 ലക്ഷം രൂപ കാണാതായിട്ടുണ്ട്, അത് ഇവരാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആരെടുത്തെന്ന് പറയണ്ട, കാണുന്നില്ലെന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു സുഹൃത്ത് പോയി പർച്ചേസ് ചെയ്തപ്പോഴാണ് ഒരു പെൺകുട്ടി ഈ QR കോഡ് അവളുടെ മൊബൈൽ കാണിച്ചതെന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ കടയിൽ കൂടുതലും സുഹൃത്തുക്കളൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ആദ്യമായിട്ടാണ് ഒരു സുഹൃത്തിന് ഇത് തോന്നിയെന്നുള്ളതാണ് വേറെ ചോദ്യം, അല്ലേ? പിന്നെ ഈ പിള്ളേർ തട്ടിക്കുന്ന രീതിയാണെങ്കിൽ പിള്ളേർ വെട്ടിക്കുവാന്ന് കരുതുക, എന്നിട്ട് പറയുന്നത് അവരങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ രീതിക്ക്. അതായത് ഇപ്പോൾ ഈ ഓണർ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ QR കോഡിൽ ഈ സാധനം പൈസ വന്നു, അത് ഈ പൈസ കറക്കി ഇപ്പുറത്ത് വിട്ടു, ആ കാശ് വന്നു. അപ്പോൾ പിന്നെയും ഈ ഓണർ തന്നെ വീണ്ടും ഈ പർച്ചേസ് നടത്തിയിട്ട് വേണമല്ലോ ഈ കടയിൽ സ്റ്റോക്ക് വേണ്ടേ, അപ്പോൾ അയാൾക്ക് അതറിയാൻ പറ്റും. അതേസമയം ഈ 70 ലക്ഷം രൂപ പോയത് അറിയാതെ, അതായത് ഇവർ പറയുന്ന അനുസരിച്ചിട്ട് ഈ പിള്ളേർ തന്നെ അത് അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഇവർ വീണ്ടും ഈ 8 മാസമൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കേ, അവരറിയുന്നില്ലേ ഇവിടെ വിൽപ്പന നടക്കുന്നില്ല എന്നിട്ടും പർച്ചേസ് ചെയ്തിട്ടും? അപ്പോൾ അത്രയും സാധനം അവിടെ വെക്കാനുള്ള സ്ഥലമുണ്ടോ? ഒന്ന് ആലോചിക്കുക. ഒരു കട കുറച്ച് കാലമായിട്ട് നടത്തുക, ആ ഓണർക്ക് അറിയത്തില്ല ഇവിടുത്തെ സെയിൽസ് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എന്താണെന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, ഈ ഓർണമെൻറ്റ്സിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, എണ്ണമില്ലേ? അല്ല വേണ്ട, ഒന്നും വേണ്ട. ഈ പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപ മുടക്കിയാൽ ലാഭം 20 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ 8 മാസം ഇരുന്നിട്ട് അറിഞ്ഞില്ലേ, എന്നിട്ട് മേടിച്ചു കൊടുത്തോണ്ടിരുന്നു. അത് എന്തിനാ മേടിക്കുന്നത്? ഇവിടെ തീരുമ്പോഴല്ലേ, അല്ലാതെ ചുമ്മാ അങ്ങ് മേടിച്ച് കൂട്ടുമോ ഏതെങ്കിലും ബിസിനസ്സുകാർ? സെയിലുള്ള സാധനമല്ലേ നമ്മൾ വീണ്ടും വീണ്ടും മേടിക്കത്തുള്ളൂ. ഇത് എല്ലാ ഓർണമെൻറ്റ്സും ഒരുപോലെ സെയിലൊന്നും കാണത്തില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ സാധനം, ചിലപ്പോൾ ഒരു വില കൂടിയ സാധനമാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം മതിയായിരിക്കും സെയിൽ ചെയ്താൽ. 1 ലക്ഷം രൂപയുടെ ഒരു 2-3 മാല എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ 1 ലക്ഷം രൂപയുടെ മാലയിൽ 10 മേടിച്ച് വെച്ചാൽ ഒരു മാസം ഈ 10 മേടിക്കാൻ ആൾ വന്നെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടല്ലേ ഈ പറഞ്ഞ കടകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ക്വാണ്ടിറ്റി അറിയാം, ഇത് എത്രയാണ് വേണ്ടതെന്നറിയാം, ഇതിൻ്റെയൊക്കെ വില അറിയാം. എന്നിട്ട് ഇവർ ഈ സാധനം മേടിച്ചു കൊടുത്തോണ്ടിരിക്കുക, ഓണർ അറിഞ്ഞില്ലെന്ന്. അപ്പോൾ പിള്ളേർ അവിടെ വന്നുകൊണ്ട് QR കോഡിൽ സാധനം മേടിച്ച് അടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇവർ കാണിച്ചിരുന്നത്. പക്ഷേ ഓണർ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഈ പിള്ളേർ പ്രോഫിറ്റ് മാത്രം കൊടുക്കുന്നത് മുഴുവൻ വെട്ടിച്ചെന്ന് പറയും. അതാണ് അവർ പറയുന്ന കണക്ക്. അപ്പോൾ എന്താ, ആ പിള്ളേരുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞതുപോലെ പൈസ അത്ര എത്തിയിട്ടുണ്ട്. പിന്നെ ഇവർ ക്യാഷായിട്ട് എടുത്താണ് ഈ ഓണർക്ക് കൊടുത്തതെന്ന് പറയുമ്പോൾ അതിന് തെളിവുണ്ടാക്കാൻ നിൽക്കണം. പിള്ളേരെങ്ങനെയാണ് പറയുന്നത്, ചേച്ചി പറഞ്ഞിട്ടില്ല ചെയ്ത്, ഞങ്ങളിങ്ങനെ പൈസ കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന സാധനം അവർ പറയുന്നുണ്ട്.
പിന്നെ പോലീസ് കേസ് കൊടുത്തെന്ന് പറയുന്നു. ഈ പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവരെ എടുപ്പിക്കുകയൊക്കെ ചെയ്യും. ഇവരാണെന്ന് സംശയം തോന്നിയിട്ടുണ്ട്. പിന്നെ CCTV മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഇഷ്ടംപോലെ തെളിവെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഒരു കട ഇത്രയും ഒരു 69 ലക്ഷം 70 ലക്ഷം രൂപയുടെ സെയിൽ നടക്കുന്ന കടയിൽ ഒരു CCTV വെച്ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പോൾ അവർ ആരൊക്കെയാണോ QR കോഡ് കാണിച്ച് പൈസ മേടിച്ചാൽ അവരെയൊക്കെ നിസ്സാര നേരം കൊണ്ട് പിടിക്കാൻ പറ്റും. അല്ല വേണ്ട, ഈ 3 പേരുടെ ഫോൺ എടുത്ത് വെച്ചാൽ പോരെ, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ പോരെ. ഇതൊക്കെ വലിയ കാര്യമാണോ? അവരെ പിടിച്ചു നിർത്തി പേടിപ്പിക്കുന്ന സമയത്ത് അവരുടെ ആ ഫോണിൽ QR കോഡിലൂടെ അവരെടുത്ത പൈസയുടെ ഇതങ്ങ് ട്രാൻസാക്ഷൻ മൊത്തം കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കരുതെന്നോ? അത് അവർ ചെയ്യേണ്ട കാര്യമല്ല. ഇങ്ങനെ ഒരു പ്രശ്നം തോന്നി അപ്പോൾ പോലീസ് അറിയിക്കണം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വേണം ഇത് കാണാൻ, സംസാരിക്കാൻ. പോലീസുകാരാണ് അതിന് തെളിവെടുക്കേണ്ടതും കാര്യങ്ങളും ചോദ്യം ചെയ്യേണ്ടതും എല്ലാം. അപ്പോൾ അവർക്ക് എളുപ്പമായത്. പിന്നെ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എത്ര രൂപ എവിടെയൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്തു. അപ്പോൾ ഇവർ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 5 ലക്ഷം രൂപ എടുത്തിട്ട് 5 ലക്ഷം രൂപ കിട്ടിയത് 5 ലക്ഷം രൂപ തന്നെ എടുത്തിട്ട് ഇവർ വേറെ പർച്ചേസും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവരുടെ വീടൊക്കെ പഴയതുപോലെ തന്നെ ദാരിദ്ര്യത്തിലും ആ പിള്ളേർക്ക് നല്ലൊരു ഉടുപ്പ് പോലും മേടിച്ചിട്ടില്ല. പറഞ്ഞാൽ പിന്നെ ഈ പൈസ ഇവിടെ പോയി പിള്ളേരെ നോട്ട് ഉരുട്ടിയിട്ട് വല്ലതും കത്തിച്ച് വലിച്ചോ? അതെന്നെ പരിപാടിയാണ്. അങ്ങനെയും കൂടെ നമ്മൾ നോക്കണ്ട. ഞാൻ പിള്ളേരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പിള്ളേർക്കാണെങ്കിലും ഒരു ഗതിയും വരഗതി ഇല്ലാത്ത പോലത്തെ ഒരവസ്ഥ. പിള്ളേർ നല്ല അവിടുത്തെ സ്റ്റാഫിന് അങ്ങനെ വലിയ ഭയങ്കര പൈസ ഒരു 69 ലക്ഷം രൂപ 3 പേരുടെ വീതിച്ചെടുത്തിരുന്നെങ്കിൽ ഒരാളെങ്കിലും ഒരു 10 ലക്ഷം രൂപ അവർ എന്നിട്ട് 7,000 രൂപയ്ക്ക് അവിടെ ജോലി കൊണ്ടിരിക്കുക. അവർ പ്രസവം കഴിഞ്ഞ് മുങ്ങാനായിരിക്കും. അല്ല എന്നാലേ അല്ല അങ്ങനെ നിന്നങ്ങ് വെട്ടിക്കാൻ പറ്റിയ ചിലപ്പോൾ അവിടെ തന്നെ അങ്ങ് നിന്ന് വെട്ടിച്ചെന്നിരിക്കും. പക്ഷേ എങ്കിൽ പോലും വേറെ എവിടെയും പോകണ്ട. അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇമ്പ്രൂവ് ചെയ്യും, അവരുടെ വീട് പരിസരമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ ഇത് വേറെ എവിടെയും ഏതെങ്കിലും അക്കൗണ്ടിൽ കാണും. അല്ലാതെ ചുമ്മാ ഇതങ്ങനെ വെച്ചിട്ട് ഈ പൈസ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കളയാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ മേടിക്കുകയോ ചെയ്യുന്നത്. അവർ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ അതും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. മനസ്സിലായോ? അല്ലാതെ പറ്റത്തില്ല. ഞാൻ നോക്കിയിട്ട് പിള്ളേർക്ക് അതിനുള്ളൊരു സെറ്റപ്പ് ആയിട്ടില്ല. പിന്നെ ഇത്രയും രൂപ മേടിച്ച ആൾക്കാരെ കണ്ടാച്ചാൽ മതി. അവരുടെ ആ ഒരു ഇത് മാറിയിട്ടില്ലെന്നേ. മാത്രമല്ല 7,000 രൂപയ്ക്ക് തന്നെ ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർ ആ പാവപ്പെട്ടതുങ്ങൾ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താനും വേണ്ട ധൈര്യവും അതുപോലെ തന്നെ ഇതൊക്കെ ഇത്രയും നാൾ കൊണ്ടു നടക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഓണർ എന്തൊരു മണ്ടിയായിരിക്കും. പിന്നെ ശരിയാ, ചാണകമാണല്ലോ, നീയും ചാണകം ഞാനും ചാണകമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലയ്ക്കകത്ത് ചാണകമുള്ളവർക്ക് ചിലപ്പോൾ ഇത്തിരി മണ്ടത്തരങ്ങൾ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. പറയാൻ പറ്റത്തില്ല. അവരുടെ കുടുംബത്തിൽ 7 പേർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. 7 പേര് പിള്ളേരെ അടിക്കാനുണ്ടാകുന്നു, ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ 7 പേരിൽ ഒരാൾ പോലും ഈ പെണ്ണ് പോകാത്ത സമയത്ത് കടയിൽ പോയില്ല. അതെങ്ങനെയുണ്ട്? ഭയങ്കര സംഭവം തന്നെ. ഈ പിള്ളേരെ വരട്ടിയിട്ടുണ്ട്, പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പൈസ കൊടുത്തതിനൊന്നും കണക്കോ കാര്യങ്ങളോ കാണത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ട്. ഇവർ ഞാൻ 8 ലക്ഷത്തിൻ്റെ തട്ടിപ്പാണ് ഇടയ്ക്കാണ്ട് പറയുന്നത് കേട്ടത്. അതായത് ഇതിനകത്തുനിന്ന് ഈ വെട്ടിപ്പിനിടെ തട്ടിപ്പ്, മോഷണത്തിനിടയിൽ വെട്ടിക്കുന്നോളാന്നാണ് ചോദിക്കത്തില്ലേ. അങ്ങനെയാണ് സംഭവമാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ 69 ലക്ഷം കൊടുക്കേണ്ട 69 ലക്ഷത്തിൻ്റെ പരിപാടി ഇവർ ഓണറും ഈ കുട്ടികളും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ അതിൽ നിന്നും 1 ലക്ഷം മുക്കിയെന്ന്. അത് ശരിയായില്ല. അവരെടുത്ത് കാണും, ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് കാണാം. അതിൻ്റെ സാധനങ്ങളൊക്കെ അവരുടെ വീട്ടിൽ കാണും. ചിലപ്പോൾ വല്ല വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അല്ലെ വല്ല സ്വർണ്ണത്തിൻ്റെ വല്ല സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇവർ മേടിച്ചേക്കുന്ന സാധനങ്ങൾ നോക്കി അറിയാം. അല്ല വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കുമോ ബാങ്കിൽ എവിടെ ഇട്ടാലും പിടിക്കുമെന്ന് അറിയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, എളുപ്പമാണ്. അതേസമയം 20 ലക്ഷം രൂപയുടെയൊക്കെ പർച്ചേസ് നടത്തണമെന്ന് ഇച്ചിരി പാടാം ഒരാൾ. അപ്പം തന്നെ നാട്ടുകാർ പറയും ഇവരുടെ ഇവിടെ നിന്ന് ഇത്രയും പൈസ 7,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന കൊച്ചു പോയിട്ട് ഇതൊക്കെയാണോ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കത്തില്ലേ. അപ്പോൾ ഇവരൊന്നിച്ച് ചെയ്തൊരു പരിപാടിയാണെങ്കിൽ ഈ പറഞ്ഞ കൃഷ്ണകുമാറും ഫാമിലിയും ചെയ്തേക്കുന്ന തിണ്ടിത്തരം എന്താണെന്ന് വെച്ചാൽ തട്ടിപ്പൊക്കെ നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പൈസയുടെ വ്യത്യാസം ഉണ്ടായി, അതിപ്പോൾ പോലീസ് കേസോ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യത്തിന് ഇവർ ഈ കൊച്ചിങ്ങളുടെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തു. മനസ്സിലായോ? ആ കുട്ടികളെ കേരളം മുഴുവൻ അറിയിച്ച് കള്ളികളാണെന്നും അത്രയും വലിയൊരു മാനഹാനി അല്ലെങ്കിൽ ഇതിനകത്ത് കല്യാണം കഴിക്കാത്ത പിള്ളേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിക്കൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാവും. സത്യത്തിൽ കള്ളത്തരത്തിന് കൂട്ടുന്നുള്ള കാര്യമാണ് സംഭവിച്ചതെങ്കിൽ അതിലും വലിയ കള്ളികൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവരെന്തോ അത് അത്ര വലിയ സംഭവമാക്കണം. അങ്ങനെ ഇവരുടെ എല്ലാം വീഡിയോ ഒന്നിച്ചിടണം അതിന് അടുത്ത്, അങ്ങനെ വല്ലതും തെളിഞ്ഞാൽ. അല്ല തന്നെ ഇവരുടെ ഫോട്ടോ എടുത്തിടേണ്ട ആവശ്യം ഇവർക്കല്ല. അത് പോലീസ് ചെയ്യണേ പോലീസ് ചെയ്യട്ടെ, അല്ലേ? ശരിയല്ലേ? ഇതാണോ കറക്റ്റ് ആയിട്ട് നടന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇവർ കുറ്റക്കാരൊന്നും ആയിട്ടില്ലല്ലോ, ഇവർ കുറ്റാരോപിതരല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ട് പോലീസ് തെളിയിച്ചിട്ട് കോടതി പറയട്ടെ ഇവർ കുറ്റക്കാരെന്നുള്ള കോടതി ശിക്ഷിക്കും. അതിന് മുമ്പ് കൃഷ്ണകുമാർ ഫാമിലി ശിക്ഷിക്കാൻ ഇവൻ്റെ തന്തയുടെ വകയാണ് ഇവിടുത്തെ നിയമമൊക്കെ. എനിക്കറിയാൻ പറ്റില്ല. ഇവൻ തന്നെ പോലീസ്, ഇവൻ തന്നെ കോടതിയാണോ? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? രാജകുടുംബത്തിലെ എന്തെങ്കിലും പാരമ്പര്യം? അപ്പോൾ ഇതേപോലെ ഈ അടിയന്മാരെയൊക്കെ വിളിച്ചിട്ട് അടിക്കുകയും ഇടിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ അങ്ങ് ആരോപിച്ചങ്ങ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ എല്ലാവരും ഹാപ്പിയല്ലേ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൽ ജീവിക്കുവാണോ? പറയാൻ പറ്റത്തില്ല. നീയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ചെയ്യും. അഹാനയുടെ എന്തോ വൻ ഡയലോഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഓർക്കുന്നില്ല എന്തുവാന്ന്. അതിനിടയിൽ നാടുകളിൽ പിള്ളേരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, പിള്ളേരെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ ഉത്തരവാദിത്തം തീരെ ഇല്ലാത്ത ഒരു ഓണറുടെ അവിടെ നിന്ന് ഇത്രയും പേര് എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് അവരെ മാത്രമേ കുറ്റം പറഞ്ഞാൽ പോലെ. മാത്രമല്ല അത്രയ്ക്ക് മണ്ടന്മാർ ഇങ്ങനെ കട തുടങ്ങാൻ പാടില്ല.
ഞാൻ പറഞ്ഞില്ല 7 പേര് ഇവരെ ഉപദ്രവിക്കാൻ വന്നിട്ട് ഈ 7 ഇവൻ എന്താ പണി, തള്ളയ്ക്ക് എന്താ പണി, പിന്നെ ഈ പെണ്ണിന്റെ ഭർത്താവുണ്ട് അവൻ എന്താ പണി, ബാക്കി 2 പോയി നിൽക്കരുത്. ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ട് ഇവരെല്ലാം ഇവരുടെ തോന്നി വഴിക്ക് നടക്കുകയാണ്. ഈ കൃഷ്ണകുമാരനൊക്കെ എന്താ ചെയ്യാനിരിക്കുന്നത്? നീയും ചാണോ ഞാനും ചാണോ എന്ന് പറഞ്ഞ് നടക്കുന്ന നേരത്തെ ആ കടയിൽ പോയിരിക്കരുത്. ഊളത്തരം പറയാൻ നല്ല മിടുക്കനാണുള്ളത്, നാട് നീളഞ്ഞ് പൊട്ടത്തരം പറഞ്ഞ് നടക്കുക, നല്ല വിവരക്കേട് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ. അപ്പോട്ടെ ഇവരെയൊക്കെ പറ്റിക്കാൻ ധൈര്യം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ 3 പെൺപിള്ളേരോ? അവര് ഈ BJP-യുടെ പാർട്ടിയും അല്ലെങ്കിൽ ഇയാളെ എന്താ BJP-യുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ ഈ സിനിമ ഫാമിലി, പെണ്ണൊക്കെ സിനിമാടികൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീട്ടിൽ ചെന്നല്ലേ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ പൈസ അടിച്ചേക്കാന്ന് വെച്ചുകൊണ്ട് 3 പേര് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവർക്കൊന്നും അറിയത്തില്ലെന്ന്, ഇവർക്ക് ആകെ ചാണകം തിന്നാനേ അറിയത്തുള്ളൂ. കണക്ക് നോക്കാൻ പോലും അറിയാത്ത ഒരു ഓണറും എല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെ CCTV വിഷ്വൽ കാണണം. അതെടുത്തിട്ട് നിങ്ങൾ എന്നാൽ പിന്നെ എന്തിനാ ഈ പിള്ളേരെ വിളിച്ചെടുത്ത് പറയുന്നത്? എന്ത് എളുപ്പമായിരിക്കും. തന്നെ അവർ ഇങ്ങനെ QR കോഡ് പൈസ മേടിക്കുന്നത് കാണിച്ചു. പക്ഷേ അവിടെ പ്രശ്നം വരാൻ പോകുന്നത് ഇവർ പറയുന്നതനുസരിച്ച് QR കോഡ് പൈസ മേടിച്ചാൽ ആ കുട്ടികളിലെ പൈസ ഇല്ല, അവർ ഈ ഓണർ തന്നെ കൊടുക്കുവാന്ന് എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തട്ടിപ്പ് നടത്തിയപ്പോൾ എന്തോ കാരണവശാൽ പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കടയുടെ ഓഡിറ്റ് നടന്നപ്പോഴാണ് പിടിച്ചത്. കടയുടെ ഓഡിറ്റ് നടന്നാൽ ഇത് പിടിക്കാൻ പറ്റത്തില്ല. കടയുടെ ഓഡിറ്റിൽ ഈ പൈസ വന്നിട്ടില്ല. കടയിൽ ഈ പൈസ വന്നിട്ടില്ല, പിന്നെ കടയുടെ ഓഡിറ്റിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവർ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് എടുത്ത് കാണും, അങ്ങനെയായിരിക്കും അറിയുന്നത്. അപ്പം അങ്ങനെ ഓഡിറ്റ് ചെയ്യേണ്ട സമയം വരെ എടുത്തോ സ്റ്റോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? എന്താ പറഞ്ഞത്, ഈ ടാലി ആവാതിരുന്നത് അത് ഓഡിറ്റിൽ എങ്ങനെ അറിയും? ഓഡിറ്റ് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയാ, ഈ പറഞ്ഞ പോലെ ഇത്രയും ക്വാണ്ടിറ്റി മിസ്സിങ്. പക്ഷേ അത് ആ ഓഡിറ്റിന് മുമ്പേ അറിയാം. അങ്ങനെയാണെങ്കിൽ അവർ ഈ ഓഡിറ്റ് മാത്രം നിൽക്കുവാന്ന് ഇത്രയും ദിവസം. എനിക്കറിയത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് ഈ പിള്ളേർ തന്നെ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞതാണ് ഓഡിറ്റ് വന്നാൽ തെറ്റുന്ന കാര്യം പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞപ്പോൾ ഓർക്കുന്നില്ല. അതായത് പിള്ളേർ തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ എടുത്തിട്ട് ഇവർ തന്നെ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെക്കുകയെന്നോ അങ്ങനെയും കണ്ട് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് ഓണർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ തന്നെ പർച്ചേസ് ചെയ്യുന്നെന്നോ ആണ്ട് പറഞ്ഞുകൊണ്ട് പരിപാടി. അപ്പോൾ ഈ പ്രോഫിറ്റ് മാത്രം അപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും ഈ ഓണറുടെ അക്കൗണ്ടിലോട്ട്. ഓണർ അപ്പോൾ പൈസ ശരിയാ, ഓണറല്ല ഈ സ്റ്റോക്ക് എടുക്കുന്ന ആൾ. അയാൾക്കത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് കൊടുത്തിട്ട് അത് ഈ കടയുടെ അക്കൗണ്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ടാലി ആവത്തില്ല, അല്ലെങ്കിൽ അത് ശരിയാ ഈ പറഞ്ഞ ഓഡിറ്റ് പ്രശ്നമാവും. അപ്പോൾ ഈ പിള്ളേരെ കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യിപ്പിച്ച് നല്ല മാസ്റ്റർ ബ്രെയിൻ ആവട്ടെ, ആരാണ്ട് വലിയ CA-കാരാണ്ട് പറഞ്ഞു കൊടുത്തോലുണ്ട്. പിള്ളേരെ കൊണ്ട് തന്നെ ഈ 3 പിള്ളേരെയും ഇങ്ങനെ പൈസ എടുപ്പിച്ചിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് എത്ര, ഒരു 10,000 സാധനം മേടിച്ചാൽ 2,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് മുതലാളിക്കും ബാക്കി പർച്ചേസിനുമായിട്ട് ഈ പിള്ളേരുടെ തന്നെ മൊബൈലിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്ത് ആ എത്രയൊക്കെയാണോ പോയത്, ഏതൊക്കെയാണോ ചിലവായത്, അല്ല പുതിയ എന്തെങ്കിലും ഓർണമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഇതുവഴി തന്നെ പർച്ചേസ് ചെയ്ത് ഈ ഷെൽഫിൽ കയറിയിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഓഡിറ്റ് ചെയ്താൽ പിടിക്കണം. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവർ ഓഡിറ്റ് ചെയ്യുമ്പോൾ കുറയുമല്ല വേണ്ടത്, കൂടുക വേണ്ടത്. കടയുടെ ഓഡിറ്റിൽ കൂടുതൽ കണ്ടു എന്ന് പറയണം. 69 ലക്ഷം രൂപയുടെ അല്ല. അയ്യോ, സ്റ്റോക്ക് ഇച്ചിരി കൂടുതലാണല്ലോ എന്ന് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിട്ടുമില്ല. പർച്ചേസ് ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, അതേപോലെ തന്നെ ഈ കുപ്പി തന്നെ പകരം കൊണ്ട് വെച്ചാൽ ശരി, 1 ലിറ്ററിൻ്റെ വെള്ളത്തിന് 1 ലിറ്ററിൻ്റെ വെള്ളം തന്നെ മാറ്റി വെച്ചാൽ ഒക്കും. പക്ഷെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കുറച്ച് വില കൂടിയ സാധനം വന്നിട്ട് ഈ ലാഭം കൂടെ കൂട്ടി അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ അതൊന്ന് മാനേജ് ചെയ്ത് പോയാൽ മതി. വലിയ കാര്യമൊന്നുമല്ല. ഇത്ര രൂപയുടെ പർച്ചേസ് നടത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് അപ്പുറത്ത് പോയി അങ്ങനെ തന്നെ മാനേജ് ചെയ്ത് പോകും. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ഒരു കോമഡിക്ക്. അപ്പോൾ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഈ പിള്ളേർ. അതായത് ഈ ഓണർ അറിയാതെ, ഇനി ഓണർ അറിയാതെ ആണെങ്കിൽ പോലും അവർക്ക് ആ സാധനം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിങ്ങനെ ചെയ്യാൻ അവിടുത്തെ ഇവർ മേടിക്കാൻ ഏർപ്പാട് ചെയ്തേക്കുന്ന ഹോൾസെയിൽക്കാരൻ കൊടുക്കുമോ? അതുകൊണ്ടോ അവർ നോക്കുമ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾമാർ പൈസ അയച്ചിട്ട് പറയാം, ചേട്ടാ ഇത് തീർന്നു. ഒന്നും അവർ വിളിച്ച് പറയത്തില്ല ഇത് 2 പ്രാവശ്യം ചെയ്താൽ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കത്തില്ലേ? കടയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തൊന്നും പർച്ചേസ് ചെയ്യും. ഇതിനകത്ത് ഇവർ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണ് അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. അവരെയും ചോദ്യം ചെയ്യണം. അവർക്ക് എവിടെ നിന്ന് ഈ പൈസ വന്നെന്ന് നോക്കണം. അതെങ്ങനെ ഇവർ കൊടുത്തത്? ഇവർ ഇനി മറ്റേ ക്യാഷായിട്ട് ബ്ലാക്ക് പോയ സാധനമാണ് അവിടെ കൊടുക്കുന്നത്, അതുമായിരിക്കാം. ഈ പിള്ളേരെ കൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ചെയ്യണ നിർബന്ധമുണ്ടോ? ഇല്ല. ബ്ലാക്ക് അപ്പുറത്ത് പോയാൽ ട്രാൻസാക്ഷൻ ചെയ്യണ്ട. ക്യാഷായിട്ട് ഇപ്പുറത്ത് കിട്ടിയ സാധനം അപ്പുറത്തോട്ട് തട്ടിയാൽ ഈ സാധനം ഇതായി പോകും. എനിക്കൊന്ന് അങ്ങനെ ആയിരിക്കും ചെയ്തത്. അല്ലെ പിള്ളേരെ അവർക്ക് വിശ്വാസം കാണത്തില്ല, എന്തായാലും കള്ളത്തരത്തിന് കൂട്ട് നിൽക്കുമല്ലേ. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു പ്രശ്നം പറ്റാൻ പോകുന്നത് ഈ പ്രോഫിറ്റും മറ്റേ ഇവർ പറഞ്ഞ 8 ലക്ഷം ഒന്നും മാറത്തില്ല. അത് കൃത്യമായിട്ട് നടക്കും. എനിക്കൊന്ന് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവർ ഈ പർച്ചേസും ഈ പിള്ളേരെ കൊണ്ട് തന്നെ അവരുടെ ബാങ്കിൽ നിന്ന് തന്നെ ചെയ്യിച്ച് കാണാൻ ബാങ്കിൽ നിന്ന് ആയിരിക്കത്തില്ല. അങ്ങനെ ചെയ്താൽ ഏതെങ്കിലും കാരണവശാൽ പിടിച്ചാലെന്നൊരു പേടി കാണും. അപ്പോൾ ഈ ക്യാഷായിട്ട് എടുത്തിട്ട് ആ ക്യാഷ് ആയിരിക്കും അവർ മറ്റേ ഹോൾസെയിൽ ഡീലർക്ക് കൊടുത്തിട്ട് മേടിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സ്ഥലമെങ്കിൽ അത് അവിടെ നിന്ന് അങ്ങനെയായിരിക്കും അല്ലേ? അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ മറ്റേ സംഭവം നടക്കത്തില്ല. പിള്ളേർ വിചാരിച്ചാൽ നടത്താൻ പറ്റത്തില്ല. കാരണം ഈ കൊടുക്കുന്നവനും ഓണറുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ ഓണറിനെ കളിപ്പിച്ചിട്ട് അയാളോട് കൂട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അയാളെയും പിടിക്കണം. ഈ കൃഷ്ണകുമാർ അവനെതിരെയും കേസ് കൊടുക്കണം. അല്ല പിന്നെ ഇങ്ങനെ സാധനം മേടിച്ച് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് അവനെ പറ്റിക്കലിന് കൂട്ട് നിന്നവൻ അവനും കൂടെ അല്ലേ? അല്ലാതെ ഇത് മറ്റേ എവിടെ നിന്ന് വരുന്ന സാധനമാണേലും അതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെ പിന്നെ ഇവരുണ്ടാക്കിയെടുക്കുന്നതായിരിക്കും.
അവരുണ്ടാക്കുന്നിടത്ത് ശരിയായി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും ഇത് യൂസ് ചെയ്യുന്ന എന്താണെങ്കിലും ഒരു പർച്ചേസ് വേണം. അത് കഴിഞ്ഞാൽ അത് സെയിലാകുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റും വേണം, അത്രേ ഉള്ളൂ. ഇവന്മാർ 69 ലക്ഷം രൂപ ആയതുകൊണ്ട് ഗർഭിണിയായെന്നും പറഞ്ഞുകൊണ്ട് പെണ്ണ് വീട്ടിൽ ഇരുന്നേരം കൊണ്ട് സ്റ്റാഫ് അടിച്ചുകൊണ്ട് പോകുന്ന കുടുംബക്കാരൊക്കെ ഭയങ്കര കുടുംബം തന്നെ. എന്നിട്ട് ഈ പാവപ്പെട്ട പിള്ളേർ ഇതാണ് സത്യാവസ്ഥയെങ്കിൽ അവർക്കുണ്ടായ മാനഹാനിക്ക് ഇവൻ എന്തോരം പൈസ കൊടുക്കും? അങ്ങനെ നോക്കിയാൽ ഈ പോലീസുകാർ എന്തോ ചെയ്യുക, പോലീസുകാർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും പിന്നെ എങ്ങനെയാണ് കൃഷ്ണകുമാറിൻ്റെ കൈ കിട്ടുന്നത് ഈ പിള്ളേരെ ചോദ്യം ചെയ്യാനും വീഡിയോ എടുക്കാനും? അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലീസ് കേസ് കൊടുത്തതെങ്കിലോ പോലീസുകാരെയൊക്കെ മുന്നേ ചെന്ന് ഇത് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് ചോദ്യം ചെയ്ത് അതിൻ്റെ തെളിവെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ആ പോലീസ് ഇത് കണ്ടോ ഞാനെല്ലാം തെളിയിച്ചിട്ടുണ്ടോ കൊടുക്കുമ്പോൾ ഇവനെതിരെ കേസ് എടുക്കണ്ടേ? അതാണ് ചെയ്തേക്കുന്നത്. ഈ കുടുംബത്തിനെതിരെ അവർ കേസ് കൊടുത്തേക്കുന്നു, തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇനി എന്തിനു തട്ടിക്കൊണ്ടുപോയി? അപ്പോൾ തട്ടിക്കൊണ്ടുപോയവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. കാരണം സിവിയറിറ്റി ക്രൈം അത് തന്നെയാണ്. തട്ടിക്കൊണ്ടുപോയിട്ട് ഇടിച്ചെന്ന് എന്തിന്? അതല്ലേ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ആരോപണം കള്ളമാണെങ്കിലോ അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചെങ്കിലോ ഈ പെൺപിള്ളേരെല്ലാം കൊണ്ട് പീഡിപ്പിക്കാനോ ഉദ്ദേശിച്ചെങ്കിലോ അവരോട് നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടായിരിക്കും. എന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് വിട്ടേക്കുക, അതുകൊണ്ട് കടയിൽ നിന്ന് അടിച്ച് മാറ്റി, അതുകൊണ്ടാണെന്നൊക്കെ. അത് 2 ദിവസം കഴിയുമ്പോൾ പറയാം കടയിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പീഡനമാണ് ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇവനാണ് ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതും എല്ലാം. ആദ്യം അത് തെളിയുക, അപ്പം അങ്ങോട്ട് പിന്നെ കേസ് വെച്ചേക്കുന്നത് നോക്കാമല്ലോ. ഇനി കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ എന്തിനാ പോലീസിനെ ഓവർടേക്ക് ചെയ്യുന്നത്? ഇവന് പോലീസ് അപ്പം തന്നെ ആക്ഷൻ എടുക്കത്തില്ല. ഇത്രയും വലിയ പുള്ളികൾ വിളിച്ച് പറഞ്ഞാൽ പോലീസ് എന്തോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ അവിടെ ഇവിടുന്ന് ഞാൻ ഒളിവിലാണെന്ന് പറഞ്ഞ് കള്ളവാർത്ത കൊടുത്ത് മീഡിയ അടക്കം സപ്പോർട്ട് ചെയ്ത് പോലീസുകാരൻ കള്ളവാർത്ത കൊടുത്ത് അടുത്ത ദിവസം രാവിലെ അടുത്ത കള്ളവാർത്ത കൊടുത്ത് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന് കള്ളവാർത്ത കൊടുത്ത് ഞാൻ ഒളിവിലും പോയിട്ടില്ല, ഞാൻ അവിടെ നേരെ എന്ന് കയറിയ ആളാണ്. അവിടെ ചെന്ന് അവർ പറഞ്ഞ സമയത്ത് എത്തുന്നു, അത്രേ ഉള്ളൂ. അതിന് ഈ അറസ്റ്റും മറ്റേതൊക്കെ കാണിക്കാൻ പോയത് ആര് പറഞ്ഞിട്ടാണ്? അത് ഈ പറഞ്ഞ പോലത്തെ ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, എല്ലാവരും കണ്ടതില്ല. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നവരാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ത് നടന്നതെന്ന്? മൈരെന്ന് പറഞ്ഞ ഉടനെ ഇവിടെ ഈ ഇന്ത്യയിലും ഈ കേരളത്തിൽ മൈരെന്ന് പറയാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടോ? എനിക്കറിയത്തില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് വില 3-4 വയസ്സിൽ താഴെയുള്ള പോലെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. 5ാമത്തെ വയസ്സിലെ കൊച്ച് മൈരെന്ന് പറയും ഈ നാട്ടിൽ. അത് പിടിച്ചുകൊണ്ട് പറയാത്തൊരു കാര്യം, പോലീസുകാർ പറയത്തേ ഇല്ല മൈരെന്ന്. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പോലീസ് അപ്പം തന്നെ അന്വേഷിക്കുക, അപ്പം തന്നെ പിടിക്കും. അത് പിടിച്ചിട്ടില്ല, അതെന്താ അങ്ങനെ? പിന്നെ മാത്രമല്ല മീഡിയയുടെ എന്ത് സംഭവം നടന്നത്? ഇവന്മാരെടുത്ത വീഡിയോ അല്ലേ കിടക്കുന്നത്? അല്ല മീഡിയ എടുത്ത വീഡിയോ ഒന്നും വന്നിട്ടില്ലല്ലോ. അല്ല ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ പിന്നെ പോയി എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അതല്ല വേണ്ടത്. പോലീസ് പിടിച്ചിട്ട് പോലീസ് മീഡിയയോട് പറയുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത്ര മീഡിയ അറ്റൻഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇവനൊന്നും. ചാണകം തിന്നുന്നവനൊക്കെ എന്തിന് ഇത്ര അറ്റൻഷൻ കൊടുക്കുന്നത്? നീയും ചാണകം ഞാനും ചാണകം എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്തിറക്കി നിർത്താവോ ആരെങ്കിലും? അങ്ങനെ വന്നാൽ തന്നെ ആരെങ്കിലും വീഡിയോ ആയിട്ട് ചെല്ലാവോ? ഇതിന് കോമഡി പരിപാടിയാണോ? ശരിയാ, കോമഡിയാണല്ലോ, ശരിയാ, തെറ്റിപ്പോയി, സോറി. ഈ ഊളത്തരം കാണാൻ ആറാട്ടണ്ണനും അല്ലെ പിന്നെ പെരേരയും കിംബോയും ടൈഗറും കൃഷ്ണകുമാറും ഈ ശശികലയും ഇങ്ങനെയുള്ളവരൊക്കെ കാണിക്കുന്ന പരിപാടി കാണാൻ ഭയങ്കര രസമാണ്. ആരാന്നമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ജയിലാണെന്ന് പറയുന്ന ഒരു സംഭവം ഇവരെല്ലാം. അപ്പോൾ അതുകൊണ്ട് മീഡിയ വരും, ശരിയാ. ഇങ്ങനെയാ ചെയ്യണ്ടേ, അല്ലാതെ നിയമം കയ്യിലെടുക്കാമെന്ന് പറയും. ഇപ്പോൾ ഇയാൾ നിയമം കയ്യിലെടുത്തിരിക്കുന്നു, പോലീസിനെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ചെയ്തിരിക്കുന്നത്. നിയമവ്യവസ്ഥയിലും പോലീസിലും വിശ്വാസം ഇല്ലെന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു, ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം ഇയാൾ ഒരു പൊളിറ്റീഷ്യനാണ്, ഇയാൾ BJPയുടെ ഒരു നേതാവാണ്. അയാളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളിലേക്കോ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എവിടെ ഇരുത്താൻ കൊള്ളാവുന്ന സാധനമാണിത്. ഇത്രയും മണ്ടന്മാരൊക്കെ വന്നിരുന്ന് കാണിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെങ്ങാനും ഒക്കെ വല്ല ഇലക്ഷനിൽ നിന്ന് ജയിപ്പിച്ചിരുന്ന ആലോചിക്കുക. ഒരു ഓർണമെൻറ്റ്സ് ഈ ജ്വല്ലറി ഷോപ്പ് നോക്കാൻ പോലും പറ്റാത്തവനെയൊക്കെ പിടിച്ച് MLA MP ആയിട്ടൊക്കെ മത്സരിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗതികേടൊന്നും ആലോചിക്കുക നാടിൻ്റെ. അവന് സ്വന്തം കട നോക്കാൻ പോലും അറിയാത്തവനാണ്. എല്ലാം കഴിഞ്ഞിട്ട് പോട്ടെ, കടയിൽ നിന്ന് എന്തെങ്കിലും അടിച്ചുകൊണ്ട് പോയ ഉടനെ അവരെ പിടിച്ചുകൊണ്ട് വന്ന് ഇടിക്കാനൊക്കെ അറിയാവുന്ന ഇവനൊക്കെ കയറി ഭരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇവൻ പോലീസിനേക്കാൾ കൂടുതൽ വേറെ വല്ലതൊക്കെ ചെയ്യത്തില്ലേ? എന്തൊരു വിവരം കെട്ടവനവൻ. ഇവനെയാണോ പിടിച്ച് കോപ്പാക്കാൻ നോക്കിയത്? ഇനി മേലിൽ അവനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടിച്ചേക്കണം. നീ നിന്റെ ജ്വല്ലറി നോക്കി പഠിക്കണം ആദ്യം. എന്നിട്ട് നീ മതി ഇപ്പം നാട് നന്നാക്കലും ഈ നാടിനെ സേവിക്കലും ഒക്കെ. സ്വന്തം സേവിക്കാൻ പഠിക്കാതെ അത് കഴിഞ്ഞിട്ട് നീ വേണം നാടിനെ സേവിക്കുക. എന്ത് ചുക്കറിയാവുന്ന ഒരു പാഴും അറിയത്തില്ല. നീയും ചാണകം ഞാനും ചാണകം എന്ന് പറഞ്ഞാൽ തീരുമാനത്തിനെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ച് ആക്കാനായിട്ട് ആരാണ് ഇതൊക്കെ? എന്തൊരു വിവരക്കേടാണ് പറഞ്ഞത്. ഇത്ര മണ്ടത്തരങ്ങൾ ആരെങ്കിലും പറയൂ ലോകത്ത്? ഇയാളല്ലാതെ ഒരാളെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ നീയും ചാണകം ഞാനും ചാണകമെന്ന്? നമ്മുടെ ഉള്ളിലെല്ലാം ചാണകമെന്ന് പറയുന്നത്. ഇത്രയും മനുഷ്യരാശി ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു പമ്പര വിട്ടിത്തരം പറഞ്ഞ ഇവനെ പിടിച്ച് ഇലക്ഷൻ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ചതി ഈ നാടിനോട് ചെയ്യാറുണ്ടോ? എന്നിട്ട് വേണ്ട ഇപ്പോൾ തെളിയിച്ചു തന്നു. അതൊക്കെ ആദ്യം അറിയാം എല്ലാവർക്കും ഇത് മണ്ടനാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു കട നടത്തിയിട്ട് അതിനകത്തൊന്ന് കാശ് പിടിച്ചുകൊണ്ട് പോയിട്ട് അതും കൊച്ചു പിള്ളേർ 7,000 രൂപയ്ക്ക് സാലറിക്ക് വന്ന പാവപ്പെട്ട വീട്ടിലെ വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞവർ ഇവൻ്റെ 70 ലക്ഷം അടിച്ചുകൊണ്ട് പോയിട്ട് അറിഞ്ഞില്ലെന്ന് അവൻ. ഭയങ്കര വലിയ പുള്ളികളാണ്. ആഹാനെ അടുത്ത ഡയലോഗ് കണ്ടടിച്ചിട്ടുണ്ട്. ഞാൻ ഡയലോഗ് മറന്നുപോയി. നാണമുണ്ട് ഇതൊക്കെ പറയാൻ. പിന്നെ വന്ന് ആ നാണക്കേട് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ കുഴപ്പമിത്. മാനേജ് ചെയ്യാൻ അറിയത്തില്ല, അതിന് തന്നെ വല്ലവരും കാശിട്ട് ചെയ്യുന്ന പരിപാടിയാണോ? അങ്ങനെയാണെങ്കിൽ വലിയ മിടുക്കരാ. മറ്റേ അവളുടെ ഫോൺ കോളൊക്കെ കേൾക്കണം, നിന്നെയൊക്കെ അങ്ങനെയൊക്കെ അകത്ത് പേടിയെന്നൊക്കെ.
അത്ര ഡയലോഗ് അടിക്കാൻ സിനിമ കണ്ടാൽ മതി. ഇവിടുത്തെ ആ തൊലിഞ്ഞ പറഞ്ഞ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത്ര ഡയലോഗ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതൊക്കെയാണ് അവർക്ക് അറിയാവുന്ന പണികൾ. മിടുക്കരാ. ഇതിനൊക്കെ കുറേ പോഴന്മാർ പുറകെ നടക്കാൻ. എന്തോന്നല്ലേ ഒരു കട നടത്താൻ അറിയാത്തവനെ ഒരു നാടകം ഏൽപ്പിക്കാൻ പോയത്. അയ്യോ, കട നടത്താൻ അറിയത്തില്ലെന്നുള്ളത് ഞാനും ചാണകം നീയും ചാണകം മനസ്സിലായിട്ടുണ്ട്. അപ്പം നീ കട നടത്താൻ പാടില്ല. പിന്നെ ഇതുപോലെ ഇലക്ഷനൊക്കെ ഒന്ന് തോക്കാൻ കൊള്ളാം. തോക്കാൻ ഒരാൾ വേണ്ടേ? അതിനുകൊണ്ട് നിർത്തുന്ന, അല്ലാതെ ഒരിക്കലും ഒരിടത്തും ജയിക്കാൻ പോകുന്നില്ല. ഇവനൊന്നും ഒരിടത്തും ജയിക്കത്തില്ല. പരാജയം അല്ല ടീം. വാർത്ത വായിച്ചുകൊണ്ടിരുന്നവനാണ്ട് പിന്നെ കുറച്ച് സിനിമയിലാണ്ട് അഭിനയിച്ചു ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സിനിമാടന്മാരെയും ഇവനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ മണ്ടത്രയത്. അതിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വന്നേക്കുന്നു. പിന്നെ ഇവരൊന്നിച്ചുകൂടി കാണിച്ച തെണ്ടിത്തരമാണിതെങ്കിൽ ആ പിള്ളേരെ ഈ വീഡിയോ എടുത്തിട്ടതിനകത്ത് നല്ല നഷ്ടപരിഹാരം മേടിച്ച് കൊടുക്കണ്ട. അതായത് ഇവരും കൂടിയാണ് ഈ പരിപാടി അവതരിപ്പിച്ചെങ്കിൽ ടാക്സ് ഒട്ടിക്കലോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ ഇതൊക്കെ ഈ പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടി ആരാ എന്താ നോക്കുന്നതെന്ന് അറിയത്തില്ല. ഈ കേസൊക്കെ തിരിച്ചു മറിച്ച് നമ്മുടെയൊക്കെ തലയിൽ ഓരോ നടിച്ചേപ്പിക്കുന്ന പോലെ ചിലപ്പോൾ ഏൽപ്പിച്ച് വിടും. പോലീസുകാർ നല്ലപോലെ സഹകരിക്കുകയും ചെയ്യും ഇവരോട്. എന്താ സംശയം? നമ്മളിവിടെ തോക്കെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് FIR തോക്ക് കണ്ടില്ല. അതിൻ്റെ പുനരന്വേഷണത്തിലൂടെത്തേക്കോ പിന്നും കോടതിയിൽ നിന്ന് അത്രയും തെണ്ടിത്തരം കാണിക്കുന്നവന്മാരാണ് ഈ പിള്ളേർ അകത്തു പോകും. മനസ്സിലായി? കള്ളക്കേസ് കൊടുത്ത് കേസുണ്ടാക്കി കുറേ ഓരോ തെളിവും സാക്ഷിയും കൂടെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കള്ളത്തരം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് അറിയാം. അവരത് ചെയ്യും. പിന്നെ കോടതിക്ക് തിരങ്ങി നടക്കണം. കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ അത് തിരിച്ച് മറിച്ച് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്താവും എന്തോ. തട്ടിപ്പ് കേസൊക്കെ ഈ പാവപ്പെട്ടവരൊക്കെ പിടിച്ചിട്ട് എളുപ്പമാണ്. ഇവന്മാർ കാണിച്ചത് ഇവരാണ് ഈ തട്ടിപ്പ് നടത്തിയേക്കുന്നതെങ്കിൽ ഇവരൊന്നും അകത്തും പോകത്തില്ല. അപ്പം തന്നെ ഇറങ്ങി വരും. അതേസമയം ഈ പാവപ്പെട്ടവരാണെങ്കിൽ എല്ലാം കാണിക്കുന്നതെങ്കിൽ വേണേൽ കെട്ടിയിട്ട് തല്ലിക്കൊല്ലാൻ വരെ തയ്യാറാണ്. മധുവിനെ ഓർക്കുക. അത്രേ പറയാനുള്ളൂ. അതാണ് നമ്മുടെ ഇവിടുത്തെ പോലീസും പട്ടാളം അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. പട്ടാളത്തെ വിട്ടേക്ക് പോലീസ് ചെയ്യുന്നുണ്ട്. പോലീസ് സിസ്റ്റത്തിനകത്ത് ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്നും അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ആണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരുപാട് കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരുടെ എന്തെല്ലാം ഓരോ ദിവസം ഇപ്പോൾ വാർത്തകളിൽ കൂടുതലും പോലീസുകാരുടെ അട്രോസിറ്റീസാണ് കൂടുതൽ. പോലീസുകാരൻ ബലാത്സംഗം ചെയ്തു, പോലീസുകാരൻ കാശടിച്ചുകൊണ്ട് പോയി, പോലീസുകാരൻ MDMA കേസിൽ പ്രതി, ഇങ്ങനെ എന്തെല്ലോ വാർത്തകൾ. ഒരു പോലീസുകാരനെ എത്താൻ പറ്റാത്ത സ്ഥലത്തല്ലേ എത്തിയിട്ടുണ്ട് ഇവർ. എന്തെല്ലാം കംപ്ലയിൻസ് ആണ് പോലീസുകാരെ പറ്റി. പോലീസിലോട്ട് ആളെ കിട്ടുന്നില്ലെന്ന് പറയുന്നു, പോലീസിൽ ആളില്ലെന്ന് പറയുന്നു, പോലീസ് എക്യുപ്ഡ് അല്ലെന്ന് പറയുന്നു. പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞേക്കാണ്, പച്ച പെയിൻ്റാണ് അടിക്കണമെന്ന്. പുതിയ സാധനം, വൻ കോമഡി, വലിയൊരു തട്ടിപ്പ്. അതിന് എത്ര കോടി ആർക്ക് കിട്ടിയെന്ന് ആർക്കറിയാം. അങ്ങനത്തെ പണിയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതൊന്നും അറിഞ്ഞില്ലേ? അതാണ് പോലീസിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ എനിക്ക് തന്നെ 2 കേസ് നല്ല വ്യക്തമായിട്ട് അറിയാം ഇവർ കളിപ്പിച്ചത്. തിരിച്ച് വരുമ്പോഴോ ഒരു കള്ളക്കേസ് പോലത്തെ സാധനം ഫ്രെയിം ചെയ്തിട്ട് പിടിച്ച് ഈ ഫോട്ടോ സെഷനൊക്കെ നടത്തിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് കളിയാക്കാനും അവമാനിക്കാനും ശ്രമിക്കാനും ഒക്കെ സഹകരിക്കുന്ന തരം പോലീസ്. അതൊന്ന് ആലോചിക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ട്രൈപ്പോഡൊക്കെ എടുത്തുകൊണ്ടിരിക്കുക, തെളിവെടുക്കാൻ വന്നതാണ്. ഓൺലൈനിൽ കിടക്കുന്ന യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോയ്ക്ക് തെളിവെടുക്കാൻ റൂമിൽ വന്ന ആ ഒരു ബുദ്ധിയുണ്ടല്ലോ, അതുപോലത്തെ ബുദ്ധിയായി കൃഷ്ണകുമാറിൻ്റെ ബുദ്ധി. ഇവനെല്ലാം ഒരു ടീമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ബന്ധം കാണും, ഉറപ്പാണ്. ഈ കടയിൽ പിന്നെ എന്താ വേറെ ഒന്നും ഇല്ലാത്ത കമ്പ്യൂട്ടർ, ഈ പിന്നെ ബില്ലിങ് അതൊക്കെ പോട്ട്. അത് കഴിഞ്ഞ് CCTV ഇതെടുത്തു. പിന്നെ ഈ പർച്ചേസ് ചെയ്തവനെ, പർച്ചേസ് എവിടെ നിന്നാണ് നടന്നത് അവനെ പിടിക്കണം. അവൻ എത്ര പ്രാവശ്യം ഇവിടെ ഈ പിള്ളേരെ നിന്നാണ് മേടിച്ചത്, അതോ ഇയാൾ തന്നെയാണ് മേടിച്ച് തിരിച്ച് വെച്ചതെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. തന്നെ പർച്ചേസ് ചെയ്ത് ഈ പറഞ്ഞ ഇവരെവിടെ നിന്നാണ് മേടിച്ചത് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവിടെ പേ ചെയ്യുന്നത് ഓണറാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ തന്നെ സ്റ്റോക്ക് കറങ്ങിയിട്ട് ഇവർ അറിഞ്ഞുകൊണ്ടേ ഇത് നടന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിറയത്തേ ഉള്ളൂ. ഇവിടുന്ന് പോകുന്നതായിട്ട് അവർ കാണത്തില്ല, അവർക്ക് പ്രോഫിറ്റും കിട്ടുന്നില്ല. അപ്പോൾ അവർ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് അറിയത്തില്ല, 8 മാസം 9 മാസം ഒന്നും അറിയത്തില്ല, എടുക്കത്തില്ല. ആദ്യത്തെ മാസം തന്നെ അറിയാൻ പറ്റും. ഇതെന്താ ഇത് മേടിക്കുന്നതല്ലാതെ ഇവർ ആരാ മേടിക്കുന്നത്? ഇതിവിടെ നിന്ന് പോയി എന്നുള്ളൊരു ഒരു 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 കണക്ക് ഈ ഓണറെ കാണിക്കാതെ ഓണർ മേടിക്കത്തില്ല എന്നാണ്. അപ്പോൾ സ്റ്റാഫ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും ഇത്ര സാധനം വേണം, ഇത്ര സാധനങ്ങൾ വിറ്റിട്ടുണ്ടായത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. അല്ല അവർ പുതിയ എന്തെങ്കിലും കൊണ്ട് നാളാണെങ്കിൽ അവർ കൊണ്ട് കൊടുക്കുമ്പോൾ പൈസ ഇവർ പേ ചെയ്യുന്നതല്ല, അവർ പേ ചെയ്യുന്നതാണെങ്കിൽ അത് എവിടെ നിന്നാണെങ്കിലും അതിങ്ങനെ വരുമ്പോൾ കറക്റ്റായി. അതും ഇവിടെ നിന്നാണെങ്കിലുള്ള പ്രശ്നം ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ പറഞ്ഞ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റായിട്ട് ഇപ്പുറത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇനി അറിയാതെ ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ ഇവരോട് സഹകരിക്കുന്നുണ്ട്. കൃഷ്ണകുമാർ സേഫാണ്. പക്ഷേ കൃഷ്ണകുമാറിന് അങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ടാകത്തില്ല. കാരണം ഓണർ കൃത്യമായിട്ട് നോക്കും. പിന്നെ അവിടെ കടയിൽ സ്റ്റാഫ് നിന്നുകൊണ്ട് QR കോഡ് അയച്ചു കൊടുക്കുമ്പോൾ മാല ഓർണമെൻറ്റ്സ് എടുത്ത് തള്ളി കൊടുക്കുമല്ലേ. അങ്ങനെ ചെയ്യത്തില്ല. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഏത് രീതി നോക്കിയിട്ട് ഒരു പരസ്പര ബന്ധമില്ലല്ലോ. വാട്ട് ഈസ് റോങ് വിത്ത് യു മിസ്റ്റർ? എന്താണ് നിങ്ങളിങ്ങനെ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെ കക്കണം മോഷ്ടിക്കണമെന്ന്? കക്കാനും അറിയത്തില്ല അവൻ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു തട്ടിപ്പ് നടത്താൻ ഒരു ജ്വല്ലറി കടയിൽ ഇവന് അങ്ങനെയാണ് നോക്കാൻ അറിയാത്തതല്ല, ഇനി തട്ടിപ്പാണെന്ന് വിചാരിക്കുക. ഈ ജ്വല്ലറി കടയിലെ തട്ടിപ്പ് നടത്താൻ പോലും അറിയാത്തവനെ പിടിച്ച് മന്ത്രിയാക്കിയിരുന്ന അവൻ എങ്ങനെ ഈ നാട് കട്ടുപിടിക്കും?
അതൊക്കെയല്ലേ നമ്മുടെ ഉദ്ദേശം. അതിനും കൊള്ളത്തില്ല, കക്കാനും കൊള്ളത്തില്ല, നിൽക്കാനും കൊള്ളത്തില്ല, നോക്കാനും കൊള്ളത്തില്ല, കക്ക ഒന്നിനും കൊള്ളത്തില്ല. വേസ്റ്റ്. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കി. നല്ല രീതിയിൽ വെട്ടിക്കാൻ അറിയത്തില്ല, നല്ല രീതിയിൽ ഒരു സ്ഥാപനം നടത്താൻ അറിയത്തില്ല. പിന്നെ എന്തിനവിടെ കയറുന്നേ? ഒരു മന്ത്രിയാവുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇതേപോലെ ഒരു സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് കാര്യം ചെയ്യും. ഒന്നെങ്കിൽ ഇത് വൃത്തിക്ക് നടന്നാൽ, അല്ലെങ്കിൽ ഇത് കട്ടുപിടിക്കാം. ഇത് രണ്ടുപേരെ കൊണ്ട് കൊള്ളത്തില്ല, ഏത് രീതിയിൽ നോക്കിയാൽ. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ ഇത് പുറത്ത് വന്നത്. അല്ലെങ്കിൽ കട കൃത്യമായിട്ട് മാനേജ് ചെയ്തിരുന്നെങ്കിൽ കടയുടെ പ്രശ്നം ഉണ്ടാകത്തില്ലെങ്കിൽ അതിനകത്തോട് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന പോലും പൊളിയുക. കണ്ടോ, രണ്ടും നടത്തിയിട്ടുണ്ട് ഇവർ. കടയിൽ നടത്തി, തട്ടിപ്പ് നടത്തി. അങ്ങനെയാണെങ്കിൽ ഇനി കടയിൽ നടത്തി തട്ടിപ്പ് കണ്ടില്ലെങ്കിലും പ്രശ്നമാണ്. ഇയാളെ കൊള്ളത്തില്ല, ഇതിനൊന്നും കൊള്ളത്തില്ല. വീട്ടിലെങ്ങാനും വെറുതെ വല്ല റംബുട്ടാനും തിന്ന്, അതുപോലെ തന്നെ വല്ല ഗോക്കളെ മേടിച്ചോ ഒക്കെ അവിടെ ഇരിക്കുക. പശുവിൻ്റെ മൂത്രം കുടിക്കാൻ, ചാണകമാണെങ്കിൽ പിന്നെ മൂത്രത്തിന് എന്താ കുഴപ്പം? അങ്ങനത്തെ പുളത്തിലൊക്കെ പറഞ്ഞ് നാട് നിങ്ങളടക്കം വല്ല കലിങ്കലൊക്കെ ഇരിക്കുന്നവരോടൊക്കെ സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടത്തോടെ പോയി നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കാണുമല്ലോ, എല്ലാവരും ഏതെങ്കിലും കലിങ്കലൊക്കെ ഇരുന്ന് സംസാരിച്ച് സമയം കളഞ്ഞുമായിട്ട് ചായം കുടിച്ച് അങ്ങനെ പിരിഞ്ഞാൽ പോരെ? എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത പള്ളിക്കൊക്കെ പിടിക്കാൻ പോകുന്നത്? അതിനൊന്നും ഉള്ള ഇല്ലെന്ന് മനസ്സിലായില്ലേ ഇപ്പോഴും? ഇവൻ്റെ വീഡിയോ ഉണ്ടോ മനസ്സിലാകത്തില്ലേ? ഞാനും ചാണകം നീയും ചാണകം എന്ന് പറയുന്നത് ഇവൻ ഈ വീഡിയോ നോക്കുമ്പോൾ ഇവനത് ഇങ്ങനെ പറയുക. അവനങ്ങ് ഞാനും ചാണകം നീയും ചാണകം ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, അറിഞ്ഞില്ലേ, നാട്ടുകാർ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഇതൊരു പൊട്ടത്തരാന്ന് മനസ്സിലായില്ലേ കുടുംബത്തിന്? അപ്പോൾ അത്രയും മണ്ടത്തിനെ കാണിക്കുന്ന കുടുംബത്തിന് ഇങ്ങോട്ട് വന്ന് ഈ പണിക്കൊക്കെ ഇറങ്ങുന്നത് എനിക്കറിയത്തില്ല. സിനിമയിൽ അഭിനയിക്കുന്ന ഓക്കെ, അത് പിന്നെ അതിനകത്ത് വലിയ വേറെ പ്രശ്നമൊന്നുമില്ല. അഭിനയിക്കാൻ ചാൻസ് കിട്ടി, ആരും അഭിനയിച്ചാൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന റോളൊക്കെ ഇവനൊക്കെ കിട്ടിയിട്ടുള്ളൂ. മോക്ക് പിന്നെ നായിക ആയതുകൊണ്ട് എവിടെയൊക്കെ പടത്തിനകത്ത് കിട്ടിയിട്ടുണ്ട്. അല്ല, ഈ കൃഷ്ണകുമാർ എന്താണെന്നാണ് ഈ പറയുന്നത്? എനിക്കറിയത്തില്ല ഇവൻ ഏത് സിനിമയിലേക്ക് അഭിനയിച്ചിരിക്കുന്നത്. ഒന്നിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഏതാ പടമൊന്നും ഒരു ഓർമ്മയില്ല. വെറുതെ വന്ന് പോകുന്നിരുന്നാണ്, അല്ലാതെ വലിയ സംഭവം. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ വല്ലവനും വല്ല ഗുണ്ടുപടം എടുക്കുമ്പോൾ വല്ല നായകനാക്കിയിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. അതൊന്നും കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അതിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല ഏതാണ്. അത്രയേ ഉള്ളൂ ഇവൻ. അല്ല, ഇവൻ എന്ത് സിനിമ നടൻ? അയ്യേ വന്നേക്കുന്ന കണ്ടു ഒക്കാൻ കുറച്ച് ആൾക്കാർ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ. ദൂരദർശനല്ലേ, എവിടെയാണ്? ദൂരദർശനാന്ന് തോന്നുന്നു. എന്തിനായിട്ട് ഇത്രയൊക്കെ മതി. കൂടുതൽ തെളിവുകൾ കിട്ടുമ്പോൾ ബാക്കി പറയാം. തെളിവില്ല പറയുന്നത് ശരിയല്ലോ.